രാവിലത്തെ ഇഡ്ഡലി ബാക്കി വന്നാൽ നമുക്ക് ഈസിയായി ഒരു ഇഡ്ഡലി മുളകിലിട്ടത് നമുക്കിന്ന് ഉണ്ടാക്കാം. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു 6 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. ഇത് ഒട്ടും പുളിയില്ലാത്ത ഇഡ്ഡലിയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത്. ഒരു 2 ചെറിയൊരു സവോള, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 സ്പൂൺ ഉഴുന്നുപരിപ്പ്, കടുക്, വെളിച്ചെണ്ണ, കാശ്മീരി മുളക് പൊടി, ഒരൽപ്പം ടൊമാറ്റോ സോസ്, ഉപ്പ്. ഇത് ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അടുപ്പ് കത്തിച്ച് ഒരു പാൻ അതിലേക്ക് വെച്ച് ചൂടായി കഴിയുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉഴുന്ന് പരിപ്പ് മൂത്ത് കഴിയുമ്പോൾ അത് നമ്മൾ ഈ ഇഡ്ഡലിയുടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദും കൂടെയാണ്. ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച സവോളയും കൂടെ ചേർക്കാം. അതൊന്ന് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി അല്പം ഉപ്പും കൂടെ ചേർക്കാം. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതും ഒന്നും കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായി ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അതിനുശേഷം ഒരല്പം മാത്രം ടൊമാറ്റോ സോസ് ചേർക്കാം. ഇനി നമ്മൾ ഇഡ്ഡലി ഈ രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ആ മസാല എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് മല്ലിയിലയും കൂടെ നമുക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നല്ല ചൂടോടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഇഡ്ഡലി മുളകിലിട്ടത് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.